ഇന്ത്യൻ സിനിമയിലെ ലെജൻഡറി ആയിട്ടുള്ള ഒരു നടൻ്റെ കൗമാരകാലത്തെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം തൻ്റെ പഠനമെല്ലാം ഉപേക്ഷിച്ച് ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരികെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ലേഡി ആ ഒരു പയ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ ആ പയ്യൻ ആദ്യം ഞെട്ടി, എൻ്റെ ഫോട്ടോ എന്തെടുക്കാനാണെന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറച്ച് പണം തരാമെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ സമ്മതിച്ചു. അങ്ങനെ ആ ലേഡി അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു പോയി. പിന്നീട് ആ ലേഡി ആ പയ്യനെ ഒരു ആഡ് ഏജൻസിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ആഡ് ഏജൻസിക്ക് വേണ്ടി അദ്ദേഹം നിരവധി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം നിരവധി ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ മോഡലായിട്ട് മാറി. അങ്ങനെ കൗമാരപ്രായത്തിൽ തന്നെ ഒരു മോഡലായി ഇന്ത്യയിലെ നിരവധി വിവിധ ബ്രാൻഡുകൾക്ക് വേണ്ടി എൻഡോസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ പയ്യൻ പിന്നീട് ഇന്ത്യൻ സിനിമയിൽ ഹീറോ ആയിട്ട് അവതരിക്കപ്പെടുകയായിരുന്നു. സുഭാഷ് ഘായ് സംവിധാനം ചെയ്ത ഹീറോ എന്ന ചിത്രത്തിൽ ജാക്കി എന്ന പേരിൽ നായകനായിട്ട് അവതരിക്കപ്പെട്ട നടനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സിനിമയിലെ നായകന്റെ പേര് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിനുണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടനായിട്ടുള്ള ജാക്കി ഷ്രോഫ് എന്ന നടനെ പറ്റിയാണ്. അദ്ദേഹം ഒരു മോഡലായ കരിയർ തുടങ്ങി ഏതാണ്ട് 45 വർഷത്തോളമായിട്ട് ഇന്ത്യൻ സിനിമയിൽ 13 വ്യത്യസ്ത ഭാഷകളിലായിട്ട് 250ഓളം സിനിമകൾ അഭിനയിച്ച് ഇന്നും സജീവ സാന്നിധ്യമായി നിലനിൽക്കുകയാണ്. അപ്പോൾ മോഡലിങ്ങിലൂടെ കരിയർ തുടങ്ങിയിട്ടുള്ള നിരവധി നടന്മാർ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവരിൽ പലരും 1-2 വർഷക്കാലം സിനിമയിൽ ഒന്ന് ട്രൈ ചെയ്ത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ സിനിമയിൽ നിന്നും പിൻവാങ്ങി മറ്റു മേഖലയിലേക്ക് പോകാറുണ്ട്. ചിലർ സിനിമയിൽ ഉണ്ടെങ്കിൽ കൂടിയും സുപ്രധാന വേഷങ്ങൾ ചെയ്യാനാവാതെ പലപ്പോഴും സൈഡ് റോളുകളും അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളും ചെയ്ത് സിനിമയിൽ ഒതുങ്ങിക്കൂടാറുണ്ട്. എന്നാൽ ചില നടന്മാർ ഇന്ത്യൻ സിനിമയിൽ മോഡലിങ്ങിലൂടെ വന്ന് ഇന്ത്യൻ സിനിമയിൽ ഇന്നും സജീവമായി നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ജാക്കി ഷ്രോഫ് എന്ന നടനെ പോലെ തന്നെ സിനിമയിൽ മോഡലിംഗിൽ നിന്നും വന്ന് സിനിമയിൽ സജീവ സാന്നിധ്യമായി ഇന്നും നിലകൊള്ളുന്ന ചില നടന്മാരെങ്കിലും നമ്മുടെ ഇന്ത്യൻ സിനിമയിലുണ്ട്. അത്തരം ചില നടന്മാരെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബേർ. ഡിയർ സിനിമയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോഡലിങ്ങിലൂടെ സിനിമയിലെത്തി സിനിമയിൽ സജീവ സാന്നിധ്യമായി ഇന്നും നിലകൊള്ളുന്ന, സിനിമയിൽ നായകന്മാരായി തുടരുന്ന അല്ലെങ്കിൽ സിനിമയിൽ സുപ്രധാന വേഷങ്ങൾ ചെയ്ത് ഇന്നും സജീവമായി നിലകൊള്ളുന്ന നടന്മാരെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. സോ ഒട്ടും സമയിക്കാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ. നമ്പർ 5, ആർ മാധവൻ. ആരാധകർ മാഡി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആർ മാധവൻ മോഡലിങ്ങിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയതെന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മാധവൻ മുംബൈയിലെ തൻ്റെ കോളേജ് പഠനകാലത്ത് തന്നെ മോഡലിംഗ് ചെയ്തു വന്നിരുന്നു. പ്രശസ്ത ഛായാഗ്രാഹകനായ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത പരസ്യചിത്രത്തിലും അഭിനയിച്ച മാധവൻ പഴയകാല TV സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മോഡലുകൾ മാത്രം അഭിനയിച്ചിരുന്ന മൗത്ത്ഫുൾ ഓഫ് സ്കൈ, സീ ഹോക്സ് തുടങ്ങിയ സീരിയലുകളിലൂടെ അഭിനയപാഠം തെളിയിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം സിനിമയിലെത്തുന്നത്. അലൈപ്പായുധ എന്ന മണിരത്നം ചിത്രത്തിലൂടെയാണ് മലയാളികൾ മാധവൻ എന്ന നടനെ അറിയാൻ തുടങ്ങുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ ലാലേട്ടനോടൊപ്പം അഭിനയിക്കേണ്ടിയിരുന്ന ആളാണ് മാധവൻ എന്ന കാര്യം പലർക്കും അറിയില്ല. നമ്മുടെ ലാലേട്ടൻ സാക്ഷാൽ MGR ആയി അഭിനയിച്ച ഇരുവർ എന്ന മണിരത്നം ചിത്രത്തിൽ കരുണാനിധിയായി, അതായത് ഇരുവരിലെ തമിഴ് ശെൽവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മണിരത്നം മാധവനെ ഓഡിഷൻ ചെയ്തിരുന്നു. എന്നാൽ ആ കഥാപാത്രത്തിന് വേണ്ട പക്വത മാധവനില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നീട് ആ റോൾ പ്രകാശ് രാജിലേക്ക് വന്നു ചേരുന്നത്. ഏതായാലും മണിരത്നത്തിൻ്റെ തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രമായ അലൈപ്പായുധയിലൂടെ മാധവൻ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. തമിഴ് സിനിമയോടൊപ്പം നിരവധി ബോളിവുഡ് സിനിമകളിലൂടെയും മാധവൻ ഇന്ത്യയൊട്ടാകെ പ്രശസ്തിയാർജിക്കുകയായിരുന്നു. രംഗദേ ബസന്തി, 3 ഇഡിയറ്റ്സ്, തന്നു വെഡ്സ് മന്നു തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമകളിലൂടെ മാധവൻ ബോളിവുഡിലും തൻ്റെ താരസാന്നിധ്യം നിലനിർത്തി. നമ്പർ 4, ടൊവിനോ തോമസ്. ഇന്ന് മലയാള സിനിമയുടെ യുവതാരമായി വാഴുന്ന ടൊവിനോ തോമസും മോഡലിംഗ് ഇൻഡസ്ട്രിയുടെ സംഭാവനയാണ്. എൻജിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഫോട്ടോഷൂട്ടും പ്രിൻ്റ് ആർട്സുമായി മോഡലിംഗ് രംഗത്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന ടൊവിനോ പിന്നീട് നിരവധി പരസ്യചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദുലേഖ ഹെയർ ഓയിലിൻ്റെ പരസ്യചിത്രത്തിലൂടെ നീണ്ട ചുരുണ്ട മുടിയുമായി വന്ന ഈ ഫിറ്റ്നസ് ഫ്രീക്ക് പിന്നീട് മലയാള സിനിമയുടെ താരമൂല്യം കൂടിയ നായക നിരയിലേക്ക് എത്തിയത് കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മാത്രമാണെന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. ABCDയിലൂടെ ദുൽഖറിൻ്റെ വില്ലനായി വന്ന ടൊവിനോ എന്നെനിൻ്റെ മൊയ്തീനിലെ അഭിനയത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്.
നിരവധി സിനിമകളിൽ സഹനടനായും വില്ലനായുമൊക്കെ അഭിനയിച്ച ടൊവിനോ തോമസ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും ഡിമാൻഡുള്ള യുവതാരമായി മാറുമ്പോൾ റാമ്പിലൂടെ ചുവടുവെച്ച് തുടക്കമിട്ടുകൊണ്ടാണ് ഇന്ന് ഈ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത് എന്നത് മോഡൽ ടേൺ ആക്ടർ ആവാൻ കൊതിക്കുന്ന ഏതൊരാൾക്കും മോട്ടിവേഷൻ നൽകുന്ന കാര്യമാണ്. നമ്പർ 3, അരവിന്ദ് സ്വാമി. ദളപതിയിലൂടെ രജനികാന്തിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച അരവിന്ദ് സ്വാമിയും മോഡലിങ്ങിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. കോളേജ് പഠനകാലത്ത് തന്നെ മോഡലിംഗ് ചെയ്തിരുന്ന അരവിന്ദ് സ്വാമി ചില പരസ്യ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അരവിന്ദ് സ്വാമി അഭിനയിച്ച ഒരു പരസ്യ ചിത്രം കണ്ടിട്ടാണ് മണിരത്നം അദ്ദേഹത്തെ ദളപതിയിലെ വേഷത്തിനു വേണ്ടി ഓഡിഷൻ ചെയ്യുന്നത്. തുടർന്ന് റോജയിലൂടെ നായകനായ അരവിന്ദ് സ്വാമി മണിരത്നം സിനിമകളുടെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. റോജ, ബോംബെ, അലൈ പായുധേ, കടൽ തുടങ്ങിയ മണിരത്നം സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അരവിന്ദ് സ്വാമി ഡാഡി, ദേവരാഗം തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു. നമ്പർ 2, ഷാഹിദ് കപൂർ. ഒരു റാമ്പ് മോഡലായിട്ടില്ലെങ്കിലും കുട്ടിക്കാലത്ത് തന്നെ പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ഷാഹിദ് കപൂർ. കോംപ്ലാന്റിൻ്റെ പരസ്യത്തിൽ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ഷാഹിദ് കപൂർ ടീനേജ് കാലത്ത് പെപ്സി, കിറ്റ്കാറ്റ്, ക്ലോസപ്പ് തുടങ്ങി വൻകിട ബ്രാൻഡുകളുടെ മോഡലായി. ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി മാധുരി ദീക്ഷിതിനോടൊപ്പം ദിൽ തോ പാഗൽ ഹൈയിൽ ചുവടുവച്ചിരുന്ന ഷാഹിദ് കപൂർ ഇഷ്ക് വിഷ്ക് എന്ന സിനിമയിലൂടെയാണ് നായകനായി അഭിനയിക്കുന്നത്. പിന്നീട് വിശാൽ ഭരദ്വാജ് ചിത്രങ്ങളായ കമീനെ, ഹൈദർ തുടങ്ങിയ സിനിമകളിലൂടെ തൻ്റെ നടന വൈഭവം തെളിയിച്ച ഷാഹിദ് കപൂർ അർജുൻ റെഡ്ഡിയുടെ ഹിന്ദി റീമേക്കായ കബീർ സിംഗിലും അത്ഭുതകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. നമ്പർ 1, ജോൺ അബ്രഹാം. മോഡലിങ്ങിലൂടെ സിനിമയിലെത്തി ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട നടൻ എന്നതിനാൽ ഈ വീഡിയോയുടെ ഷോ സ്റ്റോപ്പർ ജോൺ അബ്രഹാമാണ്. ജോൺ അബ്രഹാമിൻ്റെ പിതാവ് ഒരു ആലുവ സ്വദേശിയായതുകൊണ്ട് തന്നെ ഒരു മലയാളിയാണ് മോഡലിംഗ് രംഗത്ത് നിന്ന് വന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനായി മാറിയത് എന്ന് പറയുന്നതിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. ഒരു പരസ്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവായി ജോലി നോക്കിയിരുന്ന ജോൺ അബ്രഹാം ഒരു പകരക്കാരനായാണ് ആദ്യമായി മോഡലിംഗ് ചെയ്യുന്നത്. തുടർന്ന് പഞ്ചാബി മ്യൂസിക് വീഡിയോകളിലൊക്കെ അഭിനയിച്ചെങ്കിലും 1999 ഗ്ലാഡ്രാക്സ് മാൻഹണ്ട് കോൺടെസ്റ്റ് വിജയിക്കുന്നതോടുകൂടിയാണ് പ്രൊഫഷണൽ മോഡലിംഗ് രംഗത്ത് സ്ഥാനമുറപ്പിക്കുന്നത്. തുടർന്ന് പല ദേശീയ, അന്തർദേശീയ ബ്രാൻഡുകൾക്ക് വേണ്ടി മോഡലിംഗ് ചെയ്ത ജോൺ സിനിമയിലെത്തുന്നത് ജിസ്ം എന്ന ചിത്രത്തിലൂടെ വിഭാഷ ബസുവിൻ്റെ നായകനായാണ്. തുടർന്ന് ധൂം എന്ന ചിത്രത്തിലൂടെയാണ് ജോൺ അബ്രഹാം താരപദവിയിലേക്ക് ഉയരുന്നത്. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നായകനായ ജോൺ അബ്രഹാം സ്വന്തം നിർമ്മാണ കമ്പനിയിലൂടെ വിക്കി ഡോണർ, മദ്രാസ് കഫേ തുടങ്ങിയ ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. അയ്യപ്പനും കോശിയുടെ ഹിന്ദി റീമേക്ക് റൈറ്റ്സും ജോൺ അബ്രഹാമിൻ്റെ നിർമ്മാണ കമ്പനി തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നതെന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് മോഡലിംഗിൽ നിന്നും സിനിമയിലെത്തി ഇന്നും സിനിമയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഇന്ത്യൻ നടന്മാർ. ഇതിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ നടന്മാരുണ്ട്, ഇതിൽ നമ്മുടെ മലയാള നടന്മാരുമുണ്ട്. അപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുള്ള പല നടന്മാരുമുണ്ട്. അവരുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കമൻ്റായി രേഖപ്പെടുത്താം. പിന്നെ മോഡലിംഗിൽ നിന്നും സിനിമയിലെത്തിയുള്ള മലയാള നടന്മാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.